എന്ത് രസമല്ലാണ് ഇങ്ങനെ വന്നിരിക്കാൻ. ഞാനിങ്ങനെ ഇതൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടാലോ എന്ന് ആലോചിക്കാം. ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യണം. പക്ഷെ എനിക്കറിയില്ലടാ, എനിക്ക് ഭയങ്കര ഒരു പേടി. ഇറ്റ്സ് ലൈക്ക് ആൾക്കാരൊക്കെ എന്ത് കാണും, അവരെന്താ പറയാ, അതൊരു തിങ്ങാണ്. നീ എന്താ വിചാരിക്കുന്നു? ശരിക്കും ആർക്കും അങ്ങനെ ചിന്തയില്ലെന്നോ? സീരിയസ്ലി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, സേ യൂട്യൂബ്, എത്ര മില്യൺസ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നറിയോ? ടു ജസ്റ്റ് ഷെയർ വീഡിയോസ് ആൻഡ് കൺസ്യൂം ദം. സോ ബേസിക് തിങ് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് കണ്ടന്റ്, കൺസിസ്റ്റൻസി, ഇതൊക്കെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് എന്നുണ്ടോ ലൈക്ക് ഫ്രം സ്ക്രാച്ച് എന്താണോ നമ്മളുള്ളത് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. ഇറ്റ്സ് നോട്ട് ഫോർ പെർഫെക്റ്റ് പീപ്പിൾ ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ആർ നെവർ പെർഫെക്റ്റ്. പിന്നെ ആൾക്കാരെന്ത് ചിന്തിക്കുന്നു വിചാരിച്ചാൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും അത് കാണാനും വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിൽ നീ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ നിന്നെ ജഡ്ജ് ചെയ്യുമെന്ന് നീ പേടിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു വിൽ മേക്ക് ഇൻ യുവർ ലൈഫ്. ശരിക്കും നീ പറയുന്നതിലും കാര്യമുണ്ട്. സോ ഹലോ ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സംതിങ്, അങ്ങനെ എന്തോ വേണം പറയാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടു ബി ഓണസ്റ്റ്, ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പം തന്നെ ഇവിടെ ആവശ്യത്തിന് അധികമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് പേരെ എന്തിനായിരിക്കും ഇവിടെയുള്ളവർക്ക് ആവശ്യം? നമ്മളെ ആവശ്യമാണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ അതിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് യൂട്യൂബ് എന്ന് പറയുന്നത് അത്ര ആക്സസിബിൾ ആണ്. യൂട്യൂബ് തന്നെ ഒരുപാട് തരത്തിലുള്ള ചാൻസസ് തരുന്നുണ്ട് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വരാനും അവരുടെ കഴിവ് തെളിയിക്കാനും. നമുക്ക് എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ്സ് ആർട്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിക്ട് ഉണ്ട്. അപ്പം നമുക്കത് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുമുള്ള ഒരുപാട് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളുണ്ട്. അപ്പം ഇത് ശരിക്കും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ റൈറ്റ് വേയിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതാണ് മെയിൻ തിങ്. പക്ഷേ ഒബ്വിയസ്ലി കണ്ടന്റ് ക്രിയേഷൻ ഒട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. കാരണം നമ്മളെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. ഇത് ഒട്ടും ഈസി ആയിട്ടുള്ള ജോബല്ല. നമ്മൾ സ്വന്തമേ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോസ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഐ ഡോണ്ട് ഈവൻ ഹാവ് എ മൈക്ക്, സോ ഐ എം യൂസിങ് ദിസ്. ഇത് എന്താണെന്ന് എനിക്ക് അറിയാലോ, ഇറ്റ്സ് ജസ്റ്റ് പെയിൻ ബ്രഷ് വിത്ത് എ ഹെഡ്സെറ്റ്. സോ ഐ മീൻ ഇയർഫോൺ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ബാക്കിയുള്ളതൊക്കെ പുറകെ വരും. അതാണ് ഏതൊരു കാര്യത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒരു നമ്മളെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് ചെയ്യാം. ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇടാൻ നമ്മുടെ കയ്യിൽ കാണില്ല. പിന്നെ എല്ലാവർക്കും കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാനുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഐ മീൻ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ജനറേഷൻ, നമ്മുടെ ഒരു ജനറേഷനിലെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. സോ നമ്മുടെ ലോകത്ത് അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാനും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഞാൻ ഇപ്പൊ കൂടെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ലൈക്ക് ഈ വീഡിയോ കണ്ടാൽ ആരെന്ത് വിചാരിക്കും. പക്ഷെ എന്ത് വിചാരിക്കാനാ? വിചാരിക്കണമെങ്കിൽ വിചാരിക്കട്ടെ. ബിക്കോസ് എത്ര മില്യൺ ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പോലും പറ്റില്ല. മേ ബി പറയാൻ പറ്റുമായിരിക്കും. ഞാനിപ്പോൾ അതിന് പറയാൻ പോകുന്നില്ല. എന്തായാലും മില്യൺസ് ഓഫ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക ആൻഡ് അത് കാണുക എന്നുള്ളതാണ്. ക്വാളിറ്റി കണ്ടന്റ് എങ്ങനെ ആര് ഷെയർ ചെയ്യുന്നോ അത് അവര് നന്നായിട്ട് പുഷ് ചെയ്യും. അത് കാണാനായിട്ട് ഇഷ്ടംപോലെ ആളുണ്ടാവും. സോ ദ റൈറ്റ് ഓഡിയൻസ് വിത്ത് ദ റൈറ്റ് കണ്ടന്റ്, അതാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. വീഡിയോസ് ഷെയർ ചെയ്യുക, അത് കാണുക എന്ന് മാത്രം മോട്ടോ ഉള്ള ഒരു ആപ്പ് യൂസ് ചെയ്ത് നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടം നിങ്ങളായിരിക്കും. കാരണം ഈ ആപ്പിന്റെ മെയിൻ മോട്ടീവ് തന്നെ ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും അത് മറ്റുള്ളവർ കൺസ്യൂം ചെയ്യണം. സോ ഈ ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് ഈ 2025 നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നോ വാട്ട് യു മിസ്സിംഗ്. പക്ഷേ ഒബ്വിയസ്ലി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അതായിരിക്കില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഇടുന്ന ആൾക്കാരെ മേ ബി യൂട്യൂബ് ചാനൽ പേര് വരെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും, ഇട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞാനും അങ്ങനെ ഒരാളാണ്. സോ ഇപ്പോൾ ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ iPhone 13 ഒരു ഗ്രീൻ കളറിൽ ഒരു വരവുണ്ട്. സോ ഐ എം ജസ്റ്റ് ബീങ് ഓണസ്റ്റ്. ഇതാണ് സത്യം. സോ എന്റെ മനസ്സിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് പിന്നീടാട്ടെ, നോ ഇഷ്യൂസ്. സമയമുണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ സമയമില്ല, അതാണ് സത്യം. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഫോൺ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഫൈൻ മോർണിംഗിൽ ഇങ്ങനൊരു ഗ്രീൻ ലൈനുമായിട്ട് വരുന്നത്. ആക്ച്വലി എന്റെ ഫോണിന് പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഒരു ലെഫ്റ്റ് എക്സ്ട്രീം കോർണറിൽ ഒരു ഗ്രീൻ കളറിൽ ഒരു വരയുണ്ട്. വെർട്ടിക്കൽ ലൈൻ. ആപ്പിളിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എല്ലാവരെയും പോലെ തന്നെ ഞാനും വിചാരിച്ചത് എനിക്ക് സമയമുണ്ട്, നാളെ ചെയ്ത് തുടങ്ങാം. പിന്നെ ഫോൺ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഓടിയൊന്നും പോകാൻ പാടില്ല. സോ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. സോ അപ്പോ
അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം രാവിലെ ഡിം. എന്താ സംഭവം? ഞാൻ രാവിലെ ഫോൺ നോക്കുമ്പോൾ ഇതിനകത്ത് വെർട്ടിക്കലി ഒരു ലൈനാണ്, ഗ്രീൻ കളർ. സോ ഞാൻ നേരെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തപ്പോൾ ദേ സെഡ് ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ഒബിയസ്ലി ആപ്പിൾ ആണല്ലോ, സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലായിരിക്കും, ഹാർഡ്വെയർ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറ്റേണ്ടി വരും. ഇറ്റ്സ് ജസ്റ്റ് $25,000. അവരത് ഈസി ആയിട്ട് പറഞ്ഞാൽ യെസ് 25,000. അപ്പോ അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ സമയം പിന്നെയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. സോ പിന്നീടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി നീക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ നമ്മുടെ കയ്യിൽ അന്നേരം ഉണ്ടാവണമെന്നില്ല. Like, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്കിൽസ് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ടോ, സോ ഇറ്റ് മാറ്റേഴ്സ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് അപ്പോൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഈ പ്രായം, ലൈക്ക് നമ്മൾ യങ് ആണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ട്രാവൽ വ്ളോഗ്സ് ആണെങ്കിൽ നമുക്ക് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ കണ്ടെത്താൻ പറ്റും, ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എല്ലാ പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇഫ് യു വാണ്ട് ഡു ഇറ്റ് നൗ, ബിക്കോസ് എന്റെ അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. ആൻഡ് യെസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തു.